بنور تشع كتاب إلى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما أشرف من وعى. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുത്തഫിഫീനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 7, 8, 9 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായി പറഞ്ഞു നിർത്തിയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കല്ലാ ഇന്ന കിതാബൽ ഫുജ്ജാരി ലഫീ സിജ്ജീൻ വമാ അദ്റാക മാ സിജ്ജീൻ കിതാബും മർഖൂം. തെമ്മാടികളായ ആളുകളുടെ കിതാബ്, രേഖ സിജ്ജീനിൽ തന്നെയാവുന്നു. വമാ അദ്റാക മാ സിജ്ജീൻ, തിരുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങേക്കറിയാമോ എന്താണ് സിജ്ജീൻ എന്ന്? കിതാബും മർഖൂം, എഴുതപ്പെട്ട ഒരു രേഖയാണത്. സിജ്ജീൻ, അതേപോലെ ഇല്ലീൻ, ഇനി വരാനുള്ള ആയത്തുകളിൽ അല്ലാഹു തആല പറയുന്നു, ദുർമാർഗികളുടെ രേഖ സിജ്ജീനിലും സന്മാർഗികളുടെ രേഖ ഇല്ലീനിലുമാണ് എന്ന്. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഇല്ലീൻ എന്ന് പറഞ്ഞാൽ ഉയർച്ച എന്ന അർത്ഥമുള്ള ഉലുവ്, അറബിയിൽ ഉലുവ് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ ഇല്ലീൻ എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥലം എന്നായി, അല്ലേ? ഒരു ഉയരമുള്ള, അതല്ലെങ്കിൽ നല്ല പവിത്രമായ പരിശുദ്ധമായ ഒരു സ്ഥലം എന്ന് കിട്ടും. എന്നാൽ സിജ്ജീൻ എന്നതോ തടവ് എന്നർത്ഥമുള്ള സിജിൻ, സിജിൻ എന്ന് പറഞ്ഞാൽ ജയിൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അല്ലേ? ആ സിജിൻ എന്നതിൽ നിന്നാണ് സിജ്ജീൻ എന്ന പദം പോകുന്നത്. അപ്പോൾ ഏറ്റവും ഉയർന്ന സ്ഥലം എന്നതാണ് ഇല്ലീൻ എന്നതുകൊണ്ടുള്ള ഉദ്ദേശ്യം. അതുപോലെ തന്നെ ഏറ്റവും താഴ്ന്ന തടവറ എന്നാണ് സിജ്ജീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇത് രണ്ടും എവിടെയാണ് എന്നതിൽ വിവിധ അഭിപ്രായങ്ങൾ തഫ്സീറുകളിൽ കാണാം. പക്ഷേ മരണാനന്തരമുള്ള പല കാര്യങ്ങളും അത് എവിടെയാണ് എന്ന ചർച്ചയേക്കാൾ പ്രധാനം എന്താ? അത് അപ്പടി വിശ്വസിക്കുക എന്നതാണ്. മറഞ്ഞ കാര്യങ്ങളിലുള്ള ഉറച്ച വിശ്വാസമാണല്ലോ മുഅ്മിനിന് വേണ്ടത്. അപ്പോൾ അത് എവിടെയാണ്, എങ്ങനെയാണ് എന്നത് ചർച്ച ചെയ്യുന്നതിനൊക്കെ ഉപരി അതാണ് അപ്പടി വിശ്വസിക്കുക. അറിയാത്തത്, അതിൽ കാണാത്തത് ഈമാനാവണം. അതിനല്ലേ പവറുള്ളൂ. അല്ലാത്തപ്പോൾ എല്ലാവർക്കും പറ്റുന്ന സംഗതിയല്ലേ. കാണാത്തത് വിശ്വസിക്കാൻ എല്ലാവരും കിട്ടൂലേ, അല്ലേ? കാണാത്തത് വിശ്വസിക്കാൻ എല്ലാവരും കിട്ടുന്ന അള്ളാഹുവും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണോ അത് അപ്പടി വിഴുങ്ങി വിശ്വസിക്കാൻ കഴിയണം. ഇതിനാരും ലോജിക്ക് തരാം, അല്ലെങ്കിൽ അത് കാണാത്തതല്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും, അതൊന്നുമല്ല. മുഅ്മിനായ മനുഷ്യനെ അപ്പടി വിശ്വസിക്കുക. ഇന്ന സംഗതിക്ക് ഇന്ന പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞാൽ അതെനിക്ക് കിട്ടും, ഉറപ്പാണ്, ഞാനത് ചെയ്യട്ടെ. അള്ളാഹു റസൂലും പറഞ്ഞതല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില പ്രതിഫലങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത്രയൊക്കെ ഉണ്ടാവുമോ? ഒരു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ഒന്നിന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ ആ നിയ്യത്ത് വെച്ചു, എനിക്ക് വേണ്ടി ഇൻഷാ അല്ലാഹു അല്ലാഹു തആല സ്വർഗത്തിൽ ഒരു ഈത്തപ്പന നട്ടിട്ടുണ്ടാവും, അത് ഹദീസിലുള്ളതാണ്, ഞാൻ അങ്ങനെ വിശ്വസിക്കണം. എല്ലാ സംഗതികളും അങ്ങനെയാണ്. പണ്ട് നമ്മുടെ കിതാബുകളിലൊക്കെ പറയപ്പെടുന്നൊരു ചരിത്രമുണ്ട്. ദിജ്ല നദിയുടെ തീരത്ത് നടന്നൊരു സംഭവം. ഒരു ഫഖീർ, അദ്ദേഹം അള്ളാഹുവിൻ്റെ വലിയാണ്, ആളുകൾക്കൊരു ഭ്രാന്തനാണ്. വസ്ത്രമൊക്കെ കീറിപ്പറിഞ്ഞ് മുടിയൊക്കെ ജടകുത്തി വൃത്തിയില്ലാതെ അങ്ങനെ നടന്നു പോകുന്നൊരു മനുഷ്യൻ. അള്ളാഹുവിൻ്റെ വലിയാണ് അദ്ദേഹം, പക്ഷേ ആളുകൾക്ക് ഭ്രാന്തനാണ്. എല്ലാ സമയവും പുഴക്കരയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഒരിക്കൽ പുഴവക്കത്തിരുന്ന് അദ്ദേഹം മണൽ കൊണ്ട് വീടുണ്ടാക്കി കളിക്കുക. നമ്മളെ കുട്ടികളൊക്കെ പുഴൻ്റെ വക്കത്ത് അല്ലെങ്കിൽ കടലിൻ്റെ വക്കത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മണൽ കൊണ്ട് വീടുകൾ ഉണ്ടാക്കി കളിക്കും. അതേപോലെ ഓരോ മണൽ കൊണ്ട് ഇങ്ങനെ വീടുകൾ ഉണ്ടാക്കി വെക്കുകയാണ്. അങ്ങനെ ആ സമയത്താണ് അതുവഴി ആ നാട്ടിലെ രാജാവ് കടന്നു വരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തോട് ചോദിച്ചു, അല്ല എന്താ പണി, എന്താ നിങ്ങൾ ചെറിയ വീടുകളൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്വർഗത്തിലെ വീടുകൾ ഉണ്ടാക്കുകയാണ്, സ്വർഗത്തിലെ വിറകൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ രാജാവ് തമാശക്ക് ചോദിച്ചു, എന്നായിക്കോട്ടെ, എന്തായാലും വില എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 10 ദിർഹമാണെന്ന് പറഞ്ഞു. മുപ്പരാ ചോദിച്ചാൽ ഞങ്ങൾ പോവുകയും ചെയ്തു, അവിടെ നിന്നാണ് പോവുകയും ചെയ്തു. രാജാവ് പോയതിൻ്റെ കുറച്ചു പിന്നാലെയാണ് രാജ്ഞി വന്നത്. അപ്പോൾ രാജ്ഞി വന്നപ്പോൾ ഇതേപോലെ കൊള്ളാല വീടുകൾ
എന്താ പണിയെന്ന് ചോദിച്ചപ്പോൾ സ്വർഗത്തിലേക്കുള്ള വീടുകളാണ്, സ്വർഗത്തിലെ വീടുകൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. എന്താ വരാമെന്ന് വെച്ചു. 10 ദിർഹമാണ് പറഞ്ഞു. എന്നാൽ അതാന്ന് പറഞ്ഞിട്ട് പേഴ്സിൽ നിന്ന് 10 ദിർഹം എടുത്തിട്ട് എന്തായി, എനിക്കൊന്ന് വേണമെന്ന് പറഞ്ഞു. ഫക്കീർ എന്തായി, ആ പൈസ വാങ്ങി നേരെ പഴിക്കണ്ടെറിഞ്ഞു. രാജ്ഞി അവിടെ നിന്ന് പോരും ചെയ്തു. അവർക്ക് ഇപ്പോൾ പൈസ എന്നൊക്കെ പറഞ്ഞപ്പോൾ അത്രയല്ലേ ഉള്ളൂ. പൈസ കെട്ടിമറിയുന്ന ആൾക്കാർ നമ്മളല്ലേ. അള്ളാഹുവിൻ്റെ വലിയാക്കൾക്ക് എന്താ പൈസ? അവർക്ക് ദുനിയാവല്ല ആഖിറമാണ് വരുന്നത്. അവർ അള്ളാഹുമായി കെട്ടിമറിയുന്ന ആളുകളാണ്. സുബ്ഹാനല്ലാഹ്. ദീന് വിറ്റ് കാശുണ്ടാക്കുന്ന ആൾക്കാർ അല്ലേ, അത് വേറെ പലരുമാണ്. അള്ളാഹുവിൻ്റെ വലിയാക്കളല്ല, നമ്മളെ പോലത്തെ ചില ആൾക്കാരാണത്. അവർക്ക് ദീനുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ, ആമീൻ. ഏതായാലും ആവട്ടെ, രാജ്ഞിയും പൈസയും കൊടുത്തിട്ട് രാജ്ഞി അവിടെ നിന്ന് പോയി. സുബ്ഹാനല്ലാഹ്. രാത്രി ഉറങ്ങി എല്ലാവരും. രാജാവ് ഉറക്കത്തിനിടയിൽ ഒരു സ്വപ്നം കണ്ടു. വല്ലാത്തൊരു സ്വപ്നം. അദ്ദേഹത്തെ അത്ഭുത പരതന്ത്രനാക്കിയൊരു സ്വപ്നം. അദ്ദേഹം എന്താ കണ്ടെന്നറിയോ? രാജ്ഞിയെ സ്വർഗത്തിൽ കണ്ടു. രാജ്ഞി സ്വർഗത്തിലെത്തിയതായിട്ട് കണ്ടു. സ്വർഗത്തിലെത്തിയെന്ന് മാത്രമല്ല, നല്ലൊരു കൊട്ടാരം, അതിസുന്ദരമായൊരു കൊട്ടാരത്തിൽ രാജ്ഞിയുണ്ട് സ്വർഗത്തിൽ. അപ്പോൾ രാജാവ് ആ കൊട്ടാരത്തിൻ്റെ വാതിലിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ പാറാവുകാർ ചോദിച്ചു, എവിടേക്കാ? രാജാവ് പറഞ്ഞു, എനിക്കുള്ളിൽ പോകണം, എൻ്റെ ഭാര്യ ഉണ്ടകത്ത്, എനിക്കുള്ളിൽ പോകണം. അപ്പോൾ സ്വർഗത്തിൻ്റെ കാവൽക്കാരായ മലക്കുകൾ പറയണം ഇദ്ദേഹത്തോട്, അതൊക്കെ ദുന്യാവിൽ, ഇത് സ്വർഗമല്ലേ. നിങ്ങളെ ഭാര്യയായിരുന്നു എന്നത് ശരി, അത് ദുന്യാവിൽ. ഇപ്പം കാലം ലോകമൊക്കെ മാറി. ഇവിടെ നിങ്ങളെ ഭാര്യ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതിനനുസരിച്ചുള്ള കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചെയ്യേണ്ടിയിരുന്നു. എൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കണ്ട, നിങ്ങളിങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ നാട്ടി. അതൊക്കെ ദുന്യാവിലാണ്, അതൊന്നും ഇവിടുന്ന് കിട്ടൂല എന്ന് പറഞ്ഞു. ഇതും പറഞ്ഞ ഉടനെ അദ്ദേഹം ഞെട്ടി ഉണർന്നു. ഇത് കേട്ട ഉടനെ അദ്ദേഹം ഞെട്ടി ഉണർന്നു. അദ്ദേഹം ആകെ അത്ഭുത പരവശനായിരിക്കുകയാണ്. വല്ലാത്തൊരു സുന്ദരമായ മണിമാളികയിൽ തൻ്റെ സ്വന്തം ഭാര്യയായ രാജ്ഞി വിരാജിക്കുന്നതാണ് അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടത്. എന്നിട്ട് അങ്ങോട്ട് കയറാൻ ശ്രമിച്ചപ്പോഴോ പാറാവുകാർ അദ്ദേഹത്തെ തടയുകയും ചെയ്തു. അദ്ദേഹം ഉടനെ ഭാര്യയെ തട്ടി വിളിച്ചു. ഇതിനൊന്നും ഉറങ്ങാൻ കഴിയണില്ല. ഇതിൻ്റെ കാര്യം എന്താണെന്ന് അറിയണം. തട്ടി വിളിച്ചു, അല്ല, ഞാനിങ്ങനെ സ്വപ്നം കണ്ടല്ലോ, ഇതിന് മാത്രം എന്ത് നന്മയാണ് നീ ചെയ്തത്? അപ്പോൾ രാജ്ഞി പറഞ്ഞു, പ്രത്യേകിച്ചൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പ്രത്യേകമായിട്ട് ഇബാദത്തുകളൊന്നും ചെയ്യാറില്ലല്ലോ. എന്താ ഇപ്പോൾ സാധാരണഗതിയിൽ ചെയ്യുന്നതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. പിന്നെങ്ങനെ ആലോചിച്ചതിന് ശേഷം രാജ്ഞി പറഞ്ഞു, ശരിയാണ്, ഞാൻ ഇന്ന് നമ്മൾ വരുന്ന വഴിയിൽ ഇങ്ങനെ ഒരു ഫക്കീറിനെ കണ്ടിരുന്നു. ഞാൻ ആ ഫക്കീറിന് സ്വർഗത്തിലൊരു വീട് വേണമെന്ന് പറഞ്ഞ് 10 ദിർഹം ഞാൻ കൊടുത്തിരുന്നു. അതൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു രാജ്ഞി. അപ്പോൾ രാജാവ് എന്തായി, അതാണല്ല കാര്യം, ഞാൻ രാവിലെ തന്നെ പോയി നോക്കും. ആ ഫക്കീർ അവിടെ ഉണ്ടെങ്കിൽ എനിക്കും വേണം സ്വർഗത്തിലൊരു വീട്. അങ്ങനെ അദ്ദേഹം വളരെ നേരത്തെ തന്നെ എഴുന്നേറ്റ് പോയി. അപ്പോൾ അൽഹംദുലില്ലാഹ്, ഭാഗ്യത്തിന് ഫക്കീർ അവിടെ തന്നെ ഉണ്ട്, സമാധാനമായി. അങ്ങനെ അദ്ദേഹം ഫക്കീറിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു വീട് വേണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, വീട് തരാം. അങ്ങനെ രാജാവ് കീശയിൽ കൈയിട്ട് 10 ദിർഹം എടുക്കാൻ ഒരുങ്ങുകയാണ്. അപ്പം ഇവർ വെറുതെ ഒരു ഫോർമാലിറ്റി കൊണ്ട് ചോദിച്ചു, എന്താ വില എന്ന്. ഇവർ 10 ദിർഹം എടുക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ രാജാവ് വെറുതെ ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി ചോദിച്ചു, എന്താ വില എന്ന്. അപ്പോൾ ഫക്കീറിൻ്റെ മറുപടി വന്നു, നിസ്ഫു സൽത്തനത്തിക്. എന്താ മറുപടി? നിസ്ഫു സൽത്തനത്തിക്. നിങ്ങളുടെ ഈ രാജാധികാരത്തിൻ്റെ പകുതി വേണം. ഈ രാജ്യം നിങ്ങൾ ഭരിക്കുകയാണല്ലോ, ഈ രാജ്യത്തിൻ്റെ പകുതി എനിക്ക് വേണം. നിങ്ങളുടെ കിങ്ഡത്തിൻ്റെ പകുതി എനിക്ക് വേണം. അതാണ് ഈ വീടിൻ്റെ വില. മറുപടി കേട്ട് രാജാവ് ഞെട്ടിത്തിരിച്ചു പോയി. നിങ്ങളെന്താ ആളെ കളിക്കുകയാണോ? നിങ്ങൾ ആളെ കളിയാക്കുകയാണോ? പകുതി രാജാധികാരമോ? അതെ, പകുതി രാജാധികാരമാണ്. അല്ല മനുഷ്യ, നിങ്ങൾ ഇന്നലെ 10 ദിർഹമിനല്ലേ ഈ വീട് വിറ്റത്? അതെ, ഇന്നലെ ഞാൻ 10 ദിർഹമിന് തന്നെയാണ് വിറ്റത്, കൊടുത്തത്. പക്ഷെ ഇന്നിപ്പോൾ നിങ്ങൾ ഇത് വാങ്ങാൻ വന്നത് എന്തുകൊണ്ടാണ്? ഇന്നലെ രാത്രി നിങ്ങളുടെ രാജ്ഞിയെ ഇങ്ങനെ വാങ്ങിയത് കാരണം സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനത്തെത്തിയതായി കണ്ടത് കൊണ്ടല്ലേ നിങ്ങളിന്ന് വാങ്ങാൻ വന്നത്? ഇന്നലെ വന്നത് കാണാതെ വാങ്ങിയ ആളുകളാണ്. ഇന്നലെ വന്നവർക്ക് ഉറച്ച ഈമാനുള്ളത് കൊണ്ട് വാങ്ങിയതാണ്. അവരത് കണ്ടിട്ടില്ല, അവർക്ക് 10 ദിർഹം. പക്ഷെ നിങ്ങൾ കണ്ടിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ രാജാധികാരത്തിൻ്റെ പകുതി തരണം. സുബ്ഹാനല്ലാഹ്. ഈമാൻ നോക്കണം. ഈമാൻ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട സംഗതി. അതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ കാണാത്തത് നമ്മൾ ഉറച്ച് വിശ്വസിക്കണം.
ഖബറിൻ്റെ ഉള്ളിൽ ശിക്ഷയുണ്ട്, അതല്ലെങ്കിൽ സുഖമുണ്ട്, അവിടെ മലക്കുകൾ വരും, അതുണ്ടാവും ഇതുണ്ടാവും എന്നൊക്കെ നമ്മുടെ ഹദീസുകളിലും ഖുർആനിലൊക്കെ പഠിക്കുന്നത് അങ്ങനെ കാണാതെ നമ്മൾ വിശ്വസിക്കണം. അതിൻ്റെ ഉള്ളിൽ CCTV ക്യാമറയും പുറത്തൊക്കെ വയറും 4 ബോക്സും വെച്ചിട്ട് ഇതൊക്കെ മനുഷ്യന്മാർ കാണുകയാണെങ്കിൽ എന്നെ വിശ്വസിക്കാൻ എല്ലാവരും കിട്ടൂലേ? എല്ലാവരും വിശ്വസിക്കൂലേ? ഉള്ളതാണെന്ന് എല്ലാവർക്കും ബോധ്യമാവൂലേ? അല്ലാഹു തആല അതുകൊണ്ടാണ് അതൊക്കെ മറച്ചു വെച്ചത്. ഈമാൻ എന്ന് പറഞ്ഞാൽ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, ഗൈബ് കൊണ്ട് ആരൊക്കെ വിശ്വസിക്കുന്നുണ്ടോ അല്ലാത്തത് വിശ്വസിക്കാൻ എല്ലാവരും കിട്ടൂലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മൾ കാണാത്തത് വിശ്വസിക്കണം. സൂറത്തുൽ വാഖിഅ നിത്യേന ഓതിയാൽ ദാരിദ്ര്യം വരികയില്ല എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമുക്ക് ഈമാനാകണം, വിശ്വാസം ഉണ്ടാവണം. അങ്ങനെ ഹദീസ് ഒരിക്കലും ദാരിദ്ര്യം വരില്ല എന്നാണ്. മൻ ഖറഅ സൂറത്തുൽ വാഖിഅത്തി ഫീ കുല്ലി ലൈലത്തിൻ ലം തുസിബുഹു ഫാഖത്തുൻ അബദ, ഒരിക്കലും പിന്നെ ദാരിദ്ര്യം ആ വഴിക്ക് വരില്ല. നമുക്കത് വിശ്വാസം അയക്കണോ, ഈമാൻ അയക്കണോ? ഏതുപോലെ എന്നറിയോ? 2 കൈയും കെട്ടിയിട്ട് നട റോട്ടിൽ നമ്മൾ നിൽക്കുമോ? വണ്ടികൾ ചീറിപ്പായുന്ന റോട്ടിൽ നാഷണൽ ഹൈവേയിൽ നമ്മൾ നിൽക്കുമോ? നിൽക്കൂല. എന്താ കാരണം? തട്ടിപ്പോകുന്ന നമുക്ക് ഉറപ്പാണ്. അങ്ങനെ ഈമാനാവണം. റിസാലത്തിൻ്റെ ഇൽമ കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതൊക്കെ റിസാലത്തിൻ്റെ ഇൽമാണ്, പ്രവാചകത്വത്തിൻ്റെ ഇൽമാണ്. അള്ളാഹു കൊടുത്ത വഹി അനുസരിച്ച് സംസാരിക്കുന്ന ആളാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സ്വന്തം ഇഷ്ടം പറയുന്ന ആളല്ല. എന്നിട്ട് ഈ ഒരു ഹദീസ് കേട്ട് പഠിച്ച ആളുകൾ നമ്മൾ എത്ര പേര് ആ ഒരു ഹദീസ് ആ അർത്ഥത്തിലെടുത്ത് നമ്മൾ ഓതുന്നുണ്ട്? അള്ളാഹുവിൽ നിന്ന് കൂലി പ്രതീക്ഷിച്ച്, ആ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച്. ലം തുസിബുഹു ഫാഖത്തുൻ അബദ എന്ന് പറഞ്ഞാൽ ദുന്യാവിലും ആഖിറത്തിലും ദാരിദ്ര്യം വരില്ല എന്നാണ് ആ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ദുന്യാവിലെ ദാരിദ്ര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. ആഖിറത്തിലെ ദാരിദ്ര്യം എന്താണെന്നറിയോ? കൊട്ടക്കണക്കിന് അമലുമായി പോയിട്ടേ ഒക്കെ അങ്ങനെ വേർതിരിച്ചിട്ട് കുറേ ചീത്ത പറഞ്ഞ ഓനക്കും കൊടുക്കും, ഗൈബത്ത് പറഞ്ഞ മറ്റവനക്കും കൊടുക്കും. നമ്മൾ ചെയ്ത നന്മകളൊക്കെ കുറേ ആൾക്കാർ നമ്മളങ്ങനെ കുറ്റം പറഞ്ഞ നടക്കാൻ നമുക്ക് പണി. വാട്സപ്പിലും ഫേസ്ബുക്കിലും കുറ്റം പറഞ്ഞ ദൈവത്ത് പറഞ്ഞ് അങ്ങനെയാ പറഞ്ഞ നടക്കാൻ പണി. ആട്ടെ, അതുകൊണ്ടൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളത് കുറേ നോമ്പ് നിസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവന് കുറച്ച് കൊടുക്കും, മറ്റവന് കുറച്ച് കൊടുക്കും. അപ്പോൾ തന്നെ മറ്റോ കൊടുക്കുന്ന പാചകം പ്രശ്നം ഇവനെ കളിയാക്കിയ ആളാണെന്ന് ഇതും കൊടുത്തോണം ഓനക്കും കുറച്ച് കൊടുക്കും. ഇങ്ങനെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാലുണ്ട് ഒരു ദാരിദ്ര്യം വരാൻ. അത് വല്ലാത്തൊരു പാപ്പരത്വമാണ്. ദുന്യാവിൽ ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ സാരല്ല, ആരെടുത്തെങ്കിലും പോയി ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ കടയിട്ടെങ്കിലും കിട്ടും. ആഖിറത്തിന് അത് കിട്ടൂല. അവിടെ ഉള്ളത് വലിയൊരു ദാരിദ്ര്യമാണ്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ, ആമീൻ. അപ്പം അത്തരം ഒരു ദാരിദ്ര്യം വരൂല എന്നാണ് ഈ സൂറത്ത് ഓതിയാൽ. സുബ്ഹാനല്ലാഹ്. പൈസക്കാര്യത്തിൽ മാത്രമല്ല, ആരോഗ്യത്തിൽ, കാഴ്ചയിൽ, കേൾവിയിൽ, എല്ലാറ്റിലും അല്ലാഹു തആല ബറക്കത്ത് തരുമെന്നാണ് ഈ സൂറത്ത് പതിവാക്കിയാൽ. അതൊക്കെയാണ് ഈ ദാരിദ്ര്യത്തിൻ്റെ അർത്ഥം. ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ബറക്കത്ത് ഉണ്ടാവും. ഉള്ളത് നിലനിർത്തി തരുകയും ചെയ്യും. അതിൽ ബറക്കത്ത് തരും. മനസ്സിനും ദാരിദ്ര്യം ഉണ്ടാവില്ല. റിസാലത്തിൻ്റെ ഇൽമാണത്. റിസാലത്തിൻ്റെ ഇൽമാണ് അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ രൂപത്തിൽ നമുക്ക് ഈമാനാവണം. സാന്ദർഭികമായി പറഞ്ഞെന്ന് മാത്രം ഒരുപാട് വിഷയങ്ങളുണ്ട് അങ്ങനെ. സുബ്ഹാനല്ലാഹ്. ഡ്രസ്സ് ഇടുന്ന സമയത്ത് അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്നു പറഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ഹദീസാണത്. ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഈ ദിക്ർ ചൊല്ലിയാലേ എന്താ കിട്ടാൻ പോണെന്നറിയോ? തെറ്റുകൾ പൊറുക്കപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്. അത് നമുക്ക് ഈമാനായിട്ടുണ്ടോ? എന്നിട്ട് നമ്മളെല്ലാ പ്രാവശ്യം ഡ്രസ്സ് ഇടുമ്പോൾ അത് ചൊല്ലാറുണ്ടോ? ഡ്രസ്സ് ഇടുന്ന സമയത്ത് വലത്തെ കൈ ആദ്യം ധരിച്ചാൽ അത് ഊരുന്നത് വരെ സുന്നത്തിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന് നമുക്ക് ഈമാനാണോ? മുസല്ലാസ്മത്തങ്ങളെ എല്ലാറ്റിലും വലതുഭാഗം മുന്തിക്കാൻ പറഞ്ഞു, നല്ല കാര്യങ്ങളിലൊക്കെ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് എന്ന നിയ്യത്തുമായി നമ്മളത് ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് ആ ഡ്രസ്സ് ഊരുന്നത് വരെ പ്രതിഫലമാണ്. നമുക്ക് ഈമാനായിട്ടുണ്ടോ? നമ്മളങ്ങനെ ഈമാനായിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് എന്ന് വെറുതെ പറയാൻ പറ്റൂല. അങ്ങനെ ഈമാനായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാവണം. ചെരുപ്പ് ധരിക്കുന്ന സമയത്ത് വലത്തേത്, അഴിക്കുന്ന സമയത്ത് ഇടത്തേത് കൊണ്ട് തുടങ്ങുക സുന്നത്താണ്. ഇതിൽ അത് വലത് ഭാഗം ചെരുപ്പ് ധരിച്ചാൽ ആ ചെരുപ്പ് ഊരുന്നത് വരെ സുബ്ഹാനല്ലാഹ് സുന്നത്തിൻ്റെ പ്രതിഫലമാണ്. ഭക്ഷണം കഴിച്ചിട്ട് ഹംദ് പറഞ്ഞാലേ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ വജഅലനീ മിനൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, കഴിഞ്ഞുപോയ തെറ്റുകളൊക്കെ പുറത്തു തരും. ഹദീസാണ്. നമുക്കതിന് വിശ്വാസമായിട്ടുണ്ടോ? കൃത്യമായി നമ്മൾ പറയാറുണ്ടോ? തിരക്കിൻ്റെ ഇടയിൽ ഹംദ് ചില ആളുകൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ ഓക്കെ അൽഹംദുലില്ലാ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ മുഴുവനായി പറയാൻ നമുക്ക് ശ്രമിക്കാറുണ്ടോ? വുളൂ ചെയ്തിട്ട് വെറും 2-3 വരികളുള്ള ചെറിയ ഒരു ദുആ പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ 8 വാതിലിലൂടെയും ഉള്ളിൽ കടക്കാമെന്നത് നമുക്ക് ഈമാനായിട്ടുണ്ടോ? അത് ഹദീസല്ലേ?
അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനാണത്. സുബ്ഹാനല്ലാഹ് അല്ലേ? എത്ര ചെറിയ ദുആയാണ്. പള്ളിൻ്റെ ഹൗദിൻ്റെ കരയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. കാണാതെ പഠിച്ചേണ്ട ആവശ്യം കൂടില്ല. അതൊരു 4 പ്രാവശ്യം നോക്കിച്ചില്ല താനെ കാണാതെ പഠിക്കുകയും ചെയ്യും. ഒന്നുണ്ടാക്കിയാൽ കയറുമ്പോൾ തന്നെ ചുമരുമ കാണും, എന്നാലും ഒരൊറ്റ പോക്കാ ഉള്ളിലോട്ട്. അതിങ്ങനെ ഇക്കാമത്ത് കൊടുത്തിട്ട് കാരണം പരിയെന്ന് ഇറങ്ങാം. പിന്നെ പായെല്ലാം നിർവാഹമല്ലല്ലോ, കുറച്ച് നേരത്തെ ഒരുങ്ങി വരാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഈമാനാവാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത് സംബന്ധമായി കുറച്ചുകൂടെ വിഷയങ്ങൾ നമുക്ക് പറയാനുണ്ട്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അടുത്ത ക്ലാസ്സിൽ പറയാം. സുബ്ഹാനക്കല്ലാഹു ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.